16 പേരിരുന്ന സഭയിലെ കാര്യമാണ് ഞാൻ ഈ പറയണേ, അല്ലേ? ലിസ്റ്റിനടക്കം സാക്ഷിയാണ് ഞാൻ. അവിടെ ഉണ്ടായ ബഹളവും അവിടെ ഉണ്ടായി. ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ എല്ലാ നിർമ്മാതാക്കൾക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് അസോസിയേഷൻ ഇടപെടണം. അസോസിയേഷൻ ഇടപെട്ടെങ്കിൽ മാത്രമേ ഇവിടെയുള്ള ഈ ബുക്ക് മൈ ഷോ പോലുള്ള കുത്തകളുടെ കാര്യം ഇത് ലിസ്റ്റിനും അവിടെ സമ്മതിച്ചു ഇല്ലേ? ലിസ്റ്റിനും പറഞ്ഞു ഞാൻ 3 കോടി കൊടുത്ത ആൾക്കാരെ കയറ്റിയിട്ടുണ്ട് സിനിമയ്ക്കെന്ന്. ആ മീറ്റിംഗിൽ ലിസ്റ്റിന് സമ്മതിച്ചതാണ്. ഇത് നിർത്തലാക്കണം എന്ന് ലിസ്റ്റിനും പറഞ്ഞാണ്. 3 കോടി കൊടുത്ത ആൾക്കാരെ കയറ്റിയിട്ടുണ്ടെന്നാ? ഇനിയിപ്പം ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. ലിസ്റ്റിൻ സമ്മതിച്ച കാര്യമാണ്. അതിന്റെ മിനിറ്റ്സിൽ അത് ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളൊക്കെ തന്നെയാണല്ലോ മിനിറ്റ്സ് എഴുതുന്നത്. അതുകൊണ്ട് ലിസ്റ്റിനും അവിടെ ഇരുന്ന് പറഞ്ഞതാണല്ലേ, ലിസ്റ്റിന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ കാര്യമാണ് ഈ ആളെ കയറ്റുന്ന കാര്യം. ഞാൻ പറഞ്ഞത് മറ്റ് നിർമ്മാതാക്കൾക്ക് ഗുണകരമായിട്ടുള്ള എനിക്ക് ഈ മോശം അനുഭവം ഉണ്ടായി. അതിന് വേറൊരാളിരിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഇല്ല. പക്ഷെ ഞാൻ 3 കോടി രൂപയ്ക്ക് ആളെ കയറ്റിന്നൊക്കെ ഞാൻ പറഞ്ഞോ സാന്ദ്ര? സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു. എനിക്ക് ഓർമ്മപ്പശകില്ല ലിസ്റ്റിനെ, എനിക്ക് ഓർമ്മപ്പശകില്ല. അതുള്ളത് ലിസ്റ്റിനാ. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാല്ലേ, കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിക്കാൻ നല്ലതായിരിക്കും. ആയിക്കോട്ടെ, അതെല്ലാം നല്ലതാണ്. സാന്ദ്രയ്ക്ക് ഓർമ്മയും കഴിവും മിടിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് പറയുന്ന കാര്യങ്ങളും സത്യമാണല്ലോ എല്ലാം. അപ്പൊ അതുകൊണ്ടിട്ട് ആണ് ആ ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ആ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ലിസ്റ്റിനെ ഞാൻ പ്രസിഡന്റായിട്ട് മത്സരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറയുന്ന കാര്യത്തിലും ഞാൻ ചെയ്യുന്ന കാര്യത്തിലും 100% സത്യമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ പുറത്താണ് ഞാൻ നിങ്ങൾക്കെതിരെ മത്സരിക്കാനായിട്ട് പോകുന്നത്. അതിപ്പം നുണ ചെയ്യുന്ന കാര്യത്തിലും സത്യം ചെയ്യുന്ന ആർക്കും എല്ലാവർക്കും ഓരോരോ കാര്യത്തിൽ ബോധ്യം ഉണ്ടാവും. അത് ലിസ്റ്റിനൊക്കെ അങ്ങനെ ആയിരിക്കാം. അത് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുന്നതായിരിക്കാം. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇപ്പം ബൈലോ എന്താന്ന് പോലും അറിയാതെ ട്രഷററായിട്ട് ഇത്രയും വർഷം ഇരിക്കുന്ന ഒരാളോട് ഞാൻ എന്തു പറയാനാ? ഇപ്പൊ ഇതിൽ തന്നെ വ്യക്തമാണ് അവിടെ എന്താണ് അസോസിയേഷൻ റൂൾസ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഈ അസോസിയേഷന്റെ കീ പോസ്റ്റിൽ കയറിയിരിക്കുന്നത് എന്നുള്ളത്. അല്ല, ഞാനിപ്പോ എന്താന്ന് വെച്ചാൽ ട്രഷററായിട്ട് നിൽക്കുമ്പോ അതിന്റെ മെയിൻ ആയിട്ടുള്ള സെക്രട്ടറിയാണ്. നമ്മളിപ്പോ ഒരു കാര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ആ കാര്യം പൂർണ്ണമായിട്ട് പഠിക്കേണ്ടത്. എല്ലാം പഠിച്ചുകൊണ്ടിട്ടാണോ നേരെ വന്ന്? അല്ല, ഒരു മിനിറ്റ്. സാന്ദ്ര നേരെ വന്ന് പ്രസിഡന്റായി സാന്ദ്ര നേരെ വന്നിട്ട് പ്രസിഡന്റായിട്ട് മത്സരിച്ച് സാന്ദ്രയ്ക്ക് ഇതിന്റെ എല്ലാ നിയമവശങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം പഠിച്ചുകൊണ്ടിട്ടാണോ സാന്ദ്ര വരുന്നത്? ഞാൻ അത്യാവശ്യം പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയല്ല ഞാൻ ഇതിന്. അല്ല, അത്യാവശ്യം എന്ന് പറയുന്ന വേർഡിന് പൂർണ്ണതയുണ്ടോ ഇല്ലയോ? ഞാൻ പൂർണ്ണതയില്ല. അത് അല്ലെങ്കിലും അല്ല, അപ്പൊ അത് പറഞ്ഞാൽ മതി സാന്ദ്ര. ഞാൻ പറഞ്ഞത് ഞാൻ ആവശ്യത്തിനുള്ള ഒരു പ്രസിഡന്റായി മത്സരിക്കാനുള്ള എക്സ്പീരിയൻസും അതിന് വേണ്ട അറിവും എന്റെ കയ്യിലുണ്ടെന്നുള്ളത് മത്സരിക്കുന്നത്. സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സാന്ദ്രയ്ക്ക് മത്സരിക്കാം. അതായത് സാന്ദ്രയോട് ആരും മത്സരിക്കരുതെന്ന് പറയുന്നുമില്ല. ഞാൻ പറഞ്ഞത് അതിന്റെ ബൈലോയുടെ കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ അപ്പൊ അതിന്റെ അകത്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ല, എനിക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയെന്നാണോ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ നോക്കാൻ ചെക്ക് ചെയ്യാം. അല്ലല്ല, അതായത് അത് തെറ്റാണെന്ന് സമ്മതിക്കുകയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് വ്യക്തിത്വം. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഞാനിപ്പോ എനിക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് എനിക്ക് പറയാലോ. അതിനിപ്പോ എന്താണ്? അതിനിപ്പോ എനിക്ക് ആരുടെയും സമ്മതത്തിന്റെ ആവശ്യമില്ലല്ലോ. പറഞ്ഞു മനസ്സിലായി. എനിക്ക് എന്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. മനസ്സിലായോ? അറിയാത്ത കാര്യത്തിന് അല്ലാതെ ഡൗട്ടുള്ള കാര്യത്തിനാണ് ഡൗട്ട് ഉണ്ടെന്ന് പറയും. അറിയാൻ മേലാത്ത കാര്യമാണ് അറിയാൻ മേലെന്ന് പറയും. ചെക്ക് ചെയ്തിട്ട് പറയേണ്ട കാര്യമാണ് ചെക്ക് ചെയ്തിട്ട് പറയാന്ന് പറയും. അങ്ങനെയല്ലേ മനുഷ്യര്? ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങള് ഈ അസോസിയേഷന്റെ ഭാരവാഹിയായിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് എന്ത് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ചെയ്ത മറ്റ് നിർമ്മാതാക്കൾക്ക് വേണ്ടി ചെയ്തത് എന്ന് പറയുമ്പോൾ പരോക്ഷമായി അത് ഇൻഡസ്ട്രിയെ മുഴുവൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഒരു സിനിമകൾ ഇപ്പം നിങ്ങളിപ്പം ഈ അസോസിയേഷന്റെ ഈ എല്ലാ മാസവും സിനിമകളുടെ വരവ് ചെലവ് എല്ലാം പറഞ്ഞല്ലോ, ലാഭനഷ്ട കണക്കുകൾ പറഞ്ഞല്ലോ. എന്നിട്ട് അതൊരു വമ്പൻ പരാജയമായി മാറിയതിൽ ലിസ്റ്റിന് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? അല്ല, ഒരു സെക്കൻഡ്. ഇത് മജോറിറ്റി പറയുന്നതാണ് ഇപ്പൊ. അല്ലാണ്ട് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സാധനമല്ല. ഇപ്പൊ ഞാൻ അതിന് ചിലപ്പോൾ എതിരായിട്ടുള്ള ആളായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? പക്ഷെ ഒരു കമ്മിറ്റിയിലുള്ളപ്പോ സാന്ദ്ര ഇപ്പൊ ഈ കമ്മിറ്റിയിൽ വന്ന സാന്ദ്രയ്ക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റൂല. 21 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ മെമ്പേഴ്സ് ഉൾപ്പെടെ 21 പേരുണ്ട്. അതിൽ മജോറിറ്റി പറയുന്ന കാര്യങ്ങളല്ലേ അവിടെ പാസ്സാക്കാൻ പറ്റുള്ളൂ. അപ്പൊ മെജോറിറ്റി പറഞ്ഞു ഈ ലാഭനഷ്ട കണക്കുകൾ പുറത്തു പറയാൻ. ഈ മെജോറിറ്റി എന്ന് പറയുന്നത് അനിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണോ?
അങ്ങനെ അനിൽ തോമസ് വ്യക്തിപരമല്ലല്ലോ ഞാൻ പറഞ്ഞ അതിന്റെ അകത്ത് ഇപ്പൊ എത്ര അനിൽ തോമസ് പല എന്ന് ആൾക്കാർ പറയുന്ന അതായത് വ്യക്തിക്ക് ഞാൻ മനസ്സിലാക്കിയത് അനിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിക്ക് സിനിമകൾ കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കാരണം മറ്റു ഇനി എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കും കിട്ടണ്ട എന്നുള്ളൊരു നിലപാടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സാധനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ചെയ്തപ്പോൾ എന്തുണ്ടായത് എന്താണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് മൊത്തം നാണക്കേടായി അല്ലേ? ഞാനൊരു തീരുമാനം എടുത്തിട്ട് എനിക്ക് മാത്രമായിട്ട് ആ തീരുമാനം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂലല്ലോ സാന്ദ്ര. ലിസ്റ്റിന്റെ പടം വന്നപ്പോൾ ലിസ്റ്റിനെ കൊണ്ട് അത് നിർത്തിക്കാൻ പറ്റിയല്ലോ അല്ലേ? പ്രിൻസ് ആൻഡ് ഫാമിലിയും മൂന്നോക്കും വന്ന സമയത്ത് പറ്റിയില്ലേ? അല്ല, പ്രിൻസ് ആൻഡ് ഫാമിലി വന്നിട്ട് മെയിലാണ് റിലീസ് ചെയ്തത്. അതായത് ഇത് നിർത്തിയത് മാർച്ചിൽ നിർത്തി. എവിടെ മാർച്ചിൽ നിർത്തി? അതാ ഞാൻ ചോദിച്ചേ അവനവന്റെ പടം വരാറായപ്പോഴേക്കും ഈ സാധനം നിർത്തിയോ? എന്റെ പടത്തിന്റെ കളക്ഷൻ പുറത്തു വിടുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ ഡിസാസ്റ്ററായ പടം എടുത്തിട്ടുണ്ട്, ഹിറ്റ് ആയിട്ടുള്ള പടം എടുത്തിട്ടുണ്ട്, സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പടം എടുത്തിട്ടുണ്ട്. ജയപരാജയങ്ങൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമാണ്. അതിന്റെ അകത്ത് എന്താണ് ജയപരാജയങ്ങൾ കുറെ പടം എടുത്തിട്ടുണ്ട്. ജയപരാജയങ്ങൾ സ്വാഭാവികമാണെങ്കിൽ ലിസ്റ്റിന്റെ പടം വന്നപ്പോൾ ലിസ്റ്റിനെ എന്തുകൊണ്ട് നിർത്തിച്ചു വെപ്പിച്ചു? ഇതിന്റെ സെയിലിനെ അത് ബാധിക്കും എന്ന് ലിസ്റ്റിന് ബോധ്യമുള്ളതുകൊണ്ട് അല്ലെ? ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ലിസ്റ്റിന് നല്ല ബോധ്യമുണ്ട് ഇത് അതിന്റെ സെയിലിനെ ബാധിക്കും, ഇത് അതിന്റെ OTT സെയിലിനെ ബാധിക്കും, അതിന്റെ സാറ്റലൈറ്റ് സെയിലിനെ ബാധിക്കും, എല്ലാ സെയിലിനെ ബാധിക്കും. നിങ്ങൾ ഈ ബാക്കിയുള്ള നിർമ്മാതാക്കൾക്കെല്ലാം ആപ്പടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം പടം വന്നപ്പോൾ നിങ്ങൾ ആ നിയമം അങ്ങ് മാറ്റി അല്ലേ? എന്റെ പടം വന്നപ്പോൾ ഞാനാണ് അവിടുത്തെ കൺട്രോൾ ചെയ്യുന്ന ആള്, ഞാനാണ് അസോസിയേഷനെ കൺട്രോൾ ചെയ്യുന്ന ആള്. കൺട്രോൾ ചെയ്തതെന്ന് ഇപ്പൊ വ്യക്തമായില്ലേ? നിർത്തിക്കാൻ ലിസ്റ്റിനെ കൊണ്ട് പറ്റിയല്ലോ. ഞാനല്ല നിർത്തുന്നത്, അത് അവിടുത്തെ മജോറിറ്റി ആൾക്കാർ 21 പേരില് കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഇനി വേണ്ട ഇത് വിടണ്ട എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിർത്തിയത്. അല്ലാതെ പറഞ്ഞിട്ടല്ല. അതിനെക്കുറിച്ച് നിങ്ങളെ വാർഷിക റിപ്പോർട്ടിലോ നിങ്ങൾ എവിടെയും നിങ്ങൾ നിർത്തുന്ന കാര്യം എവിടെയും പറഞ്ഞില്ലല്ലോ. മറ്റെല്ലായിടത്തും ആഘോഷിച്ചല്ലോ, എല്ലായിടത്തും ആഘോഷിച്ചല്ലോ. വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സെക്രട്ടറിയാണ്. പറഞ്ഞു മനസ്സിലായി. അതായത് സാന്ദ്രയ്ക്ക് എന്തും ചോദിക്കാനുള്ള കാര്യം ജനറൽ ബോഡി നടക്കുന്നുണ്ടല്ലോ, സാന്ദ്രയ്ക്ക് ചോദിക്കാം. അവിടെ നമ്മുടെ ചോദിക്കുന്നത് ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിയോടാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, ലിസ്റ്റിൽ സജീവമായിട്ട് സിനിമ ചെയ്യുന്ന ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്ന ലഹരി വിരുദ്ധ പരിപാടികൾ ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അതിന്റെ ഭാഗമായിട്ട് എല്ലാ നിർമ്മാതാക്കളോടും പറയുന്നുണ്ട് അഫിഡവിറ്റ് വാങ്ങിക്കണം, ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് നടന്മാരുടെ കയ്യിൽ നിന്ന് അഫിഡവിറ്റ് വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒരു കാര്യമാണോ? അതുകൊണ്ട് ചെല്ലുമ്പോൾ ഈ നടന്മാർ ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറും. അതുവഴി ആ പാവപ്പെട്ട നിർമ്മാതാവ് ഒരു വിധത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു പ്രോജക്റ്റ് ആയിരിക്കും, അത് അവർക്ക് കയ്യിൽ നിന്ന് പോകും. എന്നിട്ട് അസോസിയേഷന്റെ സെക്രട്ടറിയായ ശ്രീ ബി രാകേഷ് എന്താണ് ചെയ്തത്? അപ്പൊ കേസിൽ അറസ്റ്റ് ചെയ്ത് സാന്ദ്ര ഈ കാര്യം ഒരു ഇതിൽ പറഞ്ഞപ്പോ ഞാൻ തന്നെ രാകേഷ്